പാരഞ്ജിത്തിന്റെ തങ്കലാൻ മനസ്സിലാകാത്തവർ ഒരുപാട് പേരുണ്ട്. തങ്കലാൻ ഒരു മാജിക്കൽ റിയലിസ്റ്റിക് സിനിമയാണ്. ഒന്ന്, മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസ്റ്റ് സിനിമ എന്നാൽ റിയലിസ്റ്റ് ലൈഫിന്റെ കൂടെ ഫാന്റസിയും എക്സ്ട്രാordinary എലമെന്റ്സും കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമയാണ് മാജിക്കൽ റിയലിസം. ലിജോയുടെ ആമേൻ, ഈ മായു, ബ്രഹ്മയുഗം എന്നിവ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ടർ മാജിക്കൽ റിയലിസ്റ്റിക് പോർഷൻസ് പ്രേക്ഷകന് വിശദീകരിച്ച് നൽകാറില്ല. അത് നമ്മൾ കണ്ടെത്തുകയോ അതിന് പുതിയ മാനങ്ങൾ നൽകുകയോ ചെയ്യാം. ഇതിൽ ഗോൾഡ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, മന്ത്രവാദി ആരതി എന്തിനെ സംരക്ഷിക്കുന്നു, ഇതൊക്കെ ഈ വീഡിയോയിൽ ഡീകോഡ് ചെയ്യുന്നു. ഈ സിനിമ കാണാത്തവർ തങ്കലാൻ കണ്ടിട്ട് മാത്രമേ തുടർന്ന് കാണുക. രണ്ടാമത്, ട്രിബ്യൂട്ട് ടു ലേബർ. ഈ സിനിമയുടെ മെയിൻ കഥ എന്തെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ലേബർ. മണ്ണിലും മലയിലും മരുഭൂമിയിലും കടലിലും റോഡിലും റെയിൽവേയിലും മനുഷ്യ ചോരയുടെയും നീരിന്റെയും കഥയാണ് തങ്കലാൻ. എല്ലാ തൊഴിലാളികളുടെയും അന്തസ്സിന്റെയും മൂല്യത്തിന്റെയും ട്രിബ്യൂട്ട് കൂടിയാണ്. മൂന്നാമത്, ബുദ്ധിസ്റ്റ് വ്യൂ ഓഫ് ഹ്യൂമൻ ലേബർ ആണ്. ബുദ്ധിസം നിലനിൽക്കുന്ന കാലത്ത് ഹ്യൂമൻ ലേബറിന് ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു. ബുദ്ധിസം മാറി തൊഴിലടിസ്ഥാനത്തിൽ കാസ്റ്റ് സിസ്റ്റം വന്നതോടുകൂടി ഹ്യൂമൻ ലേബറിന്റെ അന്തസ്സ് താഴ്ത്തിക്കെട്ടി. ഈ സിനിമയിൽ ഒരു സീനിൽ ബുദ്ധപ്രതിമയും ബ്രാഹ്മണ മന്ത്രിയും ഒരേ ഫ്രെയിമിൽ വരികയും ഹ്യൂമൻ ലേബറിന് ഡിഗ്നിറ്റി കൊടുക്കുന്ന ബുദ്ധപ്രതിമയുടെ തല വെട്ടി പൊട്ടക്കിണറ്റിലേക്ക് എറിയാൻ ബ്രാഹ്മണ മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാലാമത്, ഫ്യൂഡൽ ആൻഡ് ബ്രിട്ടീഷ് വ്യൂ ഓഫ് ഹ്യൂമൻ ലേബർ. ജന്മിയുടെ മണ്ണിൽ പണിയെടുക്കാൻ ഹ്യൂമൻ ലേബറിന്റെ ഉറപ്പുവരുത്താൻ ഫ്യൂഡൽ മാടമ്പി ലേബർ ക്ലാസിന്റെ ശാക്തീകരണം ഉണ്ടാക്കുന്ന തങ്കലാൻഡിനെ ഭൂമി ചതിയിലൂടെ കയ്യിലാക്കി. പിന്നെ അവനെ ഒരു സ്ലേവ് ക്ലാസ് ആക്കി. രാജാവിന് പൊന്നിന് വേണ്ടി ലേബർ ക്ലാസിന്റെ അധ്വാനം വേണമെങ്കിലും രാജാവിന് കൂടുതൽ മതിപ്പ് ബ്രാഹ്മണന്റെ അറിവ് തന്നെയാണ്. തങ്ങളുടെ കൂടെയുള്ള പശുപതിക്ക് പോലും ഹ്യൂമൻ ലേബറിനേക്കാൾ താല്പര്യം ആചാരങ്ങളിലാണ്. എന്നാൽ ഹ്യൂമൻ ലേബറിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷിന്റെ സമീപനം ഡിഫറന്റ് ആണ്. അവർ അടിസ്ഥാന ജോലികളെ വില കുറച്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ജമീന്ദാറിന്റെ വാക്ക് വില വയ്ക്കാതെ ലോർഡ് ക്ലെമന്റ് തങ്കലാനെ അംഗീകരിക്കുന്നത്. 5, തങ്കലാൻസ് എൻലൈറ്റ്മെന്റ്. ലോർഡ് ക്ലെമന്റ് തന്നെ അംഗീകരിക്കുന്നതോടുകൂടി തങ്കലാന് എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്നത്. ഡിഗ്നിറ്റി ഓഫ് ലേബർ ആണ് മനുഷ്യന്റെ ഡിഗ്നിറ്റി എന്ന് മനസ്സിലാക്കിയ തങ്കലാൻ ബുദ്ധന്റെ പ്രതിമ പുനഃസ്ഥാപിക്കുന്നു. പൊന്നിലൂടെ മണ്ണും മാനവും വീണ്ടെടുക്കാൻ തങ്കലാൻ തങ്ങളുടെ കൂടെയുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നു. 6, ഗോൾഡ്, സിമ്പിൾ ഓഫ് ഫ്രീഡം. ബുദ്ധന്റെ പ്രതിമ ഡിഗ്നിറ്റി ആണെങ്കിൽ ഗോൾഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹ്യൂമൻ ഫ്രീഡത്തെയാണ്. തങ്കലാനും കൂട്ടുകാർക്കും മണ്ണും പണവും തുണിയും തോക്കും കൊടുക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായെങ്കിലും തങ്ങളെ ഡിഗ്നിറ്റിയുള്ള അടിമകളാക്കി ഫ്രീഡം ഇല്ലാതെ പണിയെടുക്കാൻ മാത്രമേ തങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടത് അവസാനിക്കുന്നു. 7, വിക്രംസ് ഗോഡ് പെർഫോമൻസ്. വിക്രമിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയ പിതാമഹൻ സേതുവിന് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് ആണ് തങ്കലാന്റേത്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് കാണാം. വിക്രമിന്റെ വില്ലേജ് എൻട്രി ജാങ്കോ അൺചെയിനിലെ സീനിനെ ഓർമ്മിപ്പിക്കുന്നു. 8, പാർവതീസ് ഡബിൾ ഡിലൈറ്റ്. ഒരു തമിഴ് പീരിയോഡിക്കൽ ഡ്രാമയിൽ വിക്രമിനൊപ്പം നിൽക്കുന്ന ക്യാരക്ടറാണ് പാർവതിയുടെ തങ്കലാൻ. ഈ വർഷത്തെ ഏറ്റവും മികച്ച 2 പെർഫോമൻസിലൂടെ പാർവതിയുടെ ഗോൾഡൻ ഇയർ ആയി 2024 മാറി. 9, സപ്പോർട്ടിംഗ് കാസ്റ്റ് ആൻഡ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഈ സിനിമയിലെ എല്ലാ സപ്പോർട്ടിംഗ് ആക്ടേഴ്സും മികച്ചു നിന്നു. JV പ്രകാശിന്റെ BGM, കിഷോർ കുമാറിന്റെ സിനിമാറ്റോഗ്രഫി, കൂടാതെ ആർട്ട് ഡയറക്ഷൻ, മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ എന്നിവ ചേർന്ന് സിനിമയെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. 10, രഞ്ജിത്തിന്റെ ബെസ്റ്റ് സിനിമയാണോ? കോലാർ ഗോൾഡ് മൈൻസ് ആയാലും കൽക്കരി റെയിൽവേ ആയാലും ചരിത്രം എപ്പോഴും രാജാക്കന്മാരുടെയും എഞ്ചിനീയേഴ്സിന്റെയും കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ രഞ്ജിത്ത് അടിസ്ഥാന വർഗമായ ലേബർ ക്ലാസിന്റെ പോരാട്ടത്തിന്റെ കഥകൾ മാജിക്കൽ റിയലിസം ചേർത്ത് കാണികളുടെ സിനിമാറ്റിക് ഇന്റലിജൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന രഞ്ജിത്തിന്റെ മാസ്റ്റർ ക്ലാസ് ആണ് തങ്കലാൻ. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ആരാണ് ആരതി എന്നാണ്. നിങ്ങൾക്ക് വേറെ രീതിയിലാണ് മനസ്സിലായതെങ്കിൽ കമന്റ് ചെയ്യുക.